രാഹുൽ ഗാന്ധി ഈ നുണയിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഒരു PhD പോസ്റ്റ് ഡോക്ടറൽ മാസ്റ്ററാണ്, അതിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഇന്നലെ സ്വതന്ത്ര പരിവേഷം കെട്ടി ഒരു വ്യവസായിയെ മത്സരിപ്പിക്കുന്നത് അത് കോൺഗ്രസിന് വേണ്ടി സഹായിക്കാനാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ പാലക്കാട് ഡീല് കോൺഗ്രസും CPM തമ്മിലാണ്. ലീഗിനെ സഹായിക്കാൻ അവസാന നിമിഷം CPM സ്ഥാനാർത്ഥിയെ മാറ്റി. ആ മാറ്റിയത് ഏത് ധാരണയുടെയും ഏത് ഡീലിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന്. ഈ ഡീലിൻ്റെ പിന്നിൽ എന്താണ്, ആരാണ് ഇവിടെ ശരിക്കും ഡീൽ ചെയ്യുന്നത്, അത് ഞാനൊന്ന് കൃത്യമായി ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താണ് ഡീൽ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു നുണ ഡീൽ. CPM BJP തമ്മിൽ ഡീലിൻ്റെ സാധ്യത ഒരു മൊട്ട പൂജ്യമാണ്, 0 ആണ്. കാരണം ഈ ഡീലിനെ കുറിച്ച് അവർ നന്നായി പ്രചരണം ചെയ്യാൻ ഒരു ശ്രമം നടത്തുമ്പോൾ ഈ ഡീലിൻ്റെ പിന്നിൽ എന്താണ്, ആരാണ് ഇവിടെ ശരിക്കും ഡീൽ ചെയ്യുന്നത്, അത് ഞാനൊന്ന് കൃത്യമായി ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. തെളിവുണ്ട്, ഇതിലൊരു ഡൗട്ടും ഒരു സംശയവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. CPM കോൺഗ്രസ് തമ്മിൽ ഡീലുണ്ടോ? ഇല്ലേ? ഉണ്ട്. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസ് ഡീലുണ്ട്. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് CPM കോൺഗ്രസ്സാണ്. അപ്പോൾ അവിടെ ഒരു ഡീലുണ്ട്. കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ ഡീലില്ലേ? ഡീലുണ്ട്. ഈ കോൺഗ്രസ് CPMൻ്റെ ഡീലിനെ കുറിച്ച് മറ്റൊരു തെളിവ്, 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം CPMൻ്റെ എതിരെ എന്തെങ്കിലും ചെയ്തോ പറഞ്ഞോ? ശബരിമല 2018 ദ്രോഹം, വിദ്യാഭ്യാസ മേഖല അതിൻ്റെ വീഴ്ച, ആരോഗ്യ മേഖലയിൽ വീഴ്ച, ഇവിടെ നടന്ന അഴിമതി, അതിനെക്കുറിച്ച് 10 കൊല്ലം കോൺഗ്രസ് പാർട്ടി മൗനം പാലിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ ഡീലിൻ്റെ ഒരു തെളിവല്ലേ? അപ്പോൾ CPM കോൺഗ്രസ് തമ്മിലൊരു ഡീലുണ്ട്, അതിൽ ആർക്കും ഒരു സംശയമില്ല, അതൊരു ഡീലുണ്ട്. ആ ഡീലിൻ്റെ പേരാണ് ഇന്ത്യ അലയൻസ്. കോൺഗ്രസും ജമാഅത്ത് തമ്മിൽ ഡീലുണ്ടെന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നു. പിന്നെ ചോദിക്കേണ്ടത്, കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താണ് ഡീൽ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം കോൺഗ്രസിനെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഏതെങ്കിലും കാലത്ത് ഒരു കോൺഗ്രസ് സർക്കാർ ഇവിടെ വന്നാൽ, UDF സർക്കാർ വന്നാൽ, മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും. അത് അവരുടെ ഒരു കണ്ടീഷനാണ്. 6 മന്ത്രിമാരായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ. അത് അവരുടെ കണ്ടീഷനാണ്. അങ്ങനത്തെ ഒരു ഡീല് നടന്നിട്ടുണ്ടോ? അവർ തീരുമാനിച്ചിട്ടുണ്ടോ? അത് സമ്മതിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദിക്കേണ്ടത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തിൻ്റെ തമ്മിൽ എന്താണ് ഡീൽ? മുസ്ലിം ലീഗ് ജമാഅത്തും SDPI തമ്മിൽ എന്താണ് ഡീൽ? ഡീലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഡീൽ എന്താണെന്ന് മുസ്ലിം ലീഗ് പറയട്ടെ, കോൺഗ്രസ് പറയട്ടെ. അപ്പോൾ ഇത് മൂന്നാമത്തെ ഒരു നുണ, ഡീൽ. CPM BJP തമ്മിൽ ഡീലിൻ്റെ സാധ്യത ഒരു മൊട്ട പൂജ്യമാണ്, 0 ആണ്. കാരണം CPMനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് കേരളത്തിൽ. CPMൻ്റെ അഴിമതി, CPMൻ്റെ ശബരിമല കൊള്ള, CPMൻ്റെ എക്സാലോജിക് സ്കാം. ഓരോരോ സ്കാമിൻ്റെ പിന്നിൽ BJP NDA ആണ്. അവരുടെ അഴിമതിയും അവരുടെ ദുർഭരണവും അവരുടെ കുറ്റകരമായ അനാസ്ഥയും അവരെ തോൽപ്പിക്കുന്നത് BJP ആണ്. കോർപ്പറേഷൻ അവരെ തോൽപ്പിച്ചിട്ടാണ് BJP ജയിച്ചത്. അപ്പോൾ ഈ നുണ പ്രചരിപ്പിച്ച് അവരുടെ ഡീലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസിൻ്റെ ശ്രമം, അത് തെലങ്കാനയിൽ നടക്കും, അത് കേരളത്തിൽ നടക്കില്ല
എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ വോട്ട് ചെയ്യുന്നത് മലയാളിയാണ്. തെലങ്കാനയിൽ നടക്കുന്ന തന്ത്രവും തെലങ്കാനയിൽ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയവും ഇവിടെ നടക്കില്ല. അത് ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നാലാമത്തെ ഒരു നുണൻ്റെ ഒരു ഉദാഹരണം, രാഹുൽ ഗാന്ധി ഈ നുണയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു PhD പോസ്റ്റ് ഡോക്ടറൽ മാസ്റ്ററാണ്, അതിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഇന്നലെ ആസാം ചീഫ് മിനിസ്റ്ററിൻ്റെ എതിരെ കോൺഗ്രസ് പാർട്ടി AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പ്രസ് വാർത്ത, ഇതെല്ലാം മാധ്യമ സുഹൃത്തൊന്ന് പഠിച്ച് മനസ്സിലാക്കണം. ഡെഫമേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കറക്റ്റ്, അത് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ ചെയ്യില്ല, പക്ഷെ അവർ ചെയ്യുന്ന കാര്യം. ബട്ട് ഒരു ഡോക്യുമെൻറ്റിനെ ഫോൾസിഫൈ ചെയ്ത് ആരുടെ ഒരു പാസ്പോർട്ടിൽ ഒരു മുഖ്യമന്ത്രിൻ്റെ വൈഫിൻ്റെ ഫോട്ടോ വെച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ നുണ രാഷ്ട്രീയത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ കോൺഗ്രസ് പോകുന്നു. അവരുടെ ഡെസ്പറേഷൻ, അവരുടെ പേടി, അവരുടെ ഭയം ഈ ലെവലിൽ വരെ എത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല നാടിനെക്കുറിച്ച്, നാടിൻ്റെ ഭാവിയെക്കുറിച്ച്, നാട്ടുകാരുടെ ഭാവിയെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഈ നുണ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളെ ഇരകളാക്കുക. അപ്പോൾ ഞാൻ അവസാനം ജനങ്ങളോട് ഡയറക്റ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് പാർട്ടീൻ്റെ രാഷ്ട്രീയം എല്ലാവരും കണ്ട് മനസ്സിലാക്കി സഹിച്ചതാണ്. ആരും ഏത് സമുദായമാണെങ്കിലും അവർ ഏത് സമുദായത്തിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഏത് സമുദായമാണെങ്കിലും ഞങ്ങളുടെ അഭ്യർത്ഥന, നിങ്ങൾ ഇവരുടെ ഇരകളാവാൻ പാടില്ല. ഈ നുണ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാവാൻ പാടില്ല. നിങ്ങൾ സമ്മതിക്കരുത്. സത്യം ജയിക്കണം. ഈ നുണ രാഷ്ട്രീയത്തിന് നമ്മൾ ഈ ഇലക്ഷനിൽ പൊളിക്കണം, വൺസ് ആൻഡ് ഫോർ ഓൾ പൊളിക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. MT രമേശ് രണ്ട് വാക്ക് ഇതിൽ ആഡ് ചെയ്യാം. ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ അച്ചുതണ്ട് രൂപീകരിച്ചിരിക്കുകയാണ്. BJP-യെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി വളരെ ബോധപൂർവം വോട്ട് ഷിഫ്റ്റിങ്ങിന് വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് കേരളത്തിൽ ഈ മൂന്ന് പാർട്ടികളും ചേർന്ന് നടത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സന്ദർഭത്തിലും പ്രചരണത്തിൻ്റെ സന്ദർഭത്തിലും എല്ലാം ഇത് വ്യക്തമായി നിഴലിച്ച് കാണുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കും. മഞ്ചേശ്വരത്തും കാസർഗോഡും LDF നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ പരിശോധിച്ചാൽ മതി. മഞ്ചേശ്വരത്ത് ലീഗിനെ സഹായിക്കാൻ അവസാന നിമിഷം CPM സ്ഥാനാർത്ഥിയെ മാറ്റി. ആ മാറ്റിയത് ഏത് ധാരണയുടെയും ഏത് ഡീലിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് അവിടുത്തെ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞത് CPM ഞങ്ങളെ സഹായിക്കും, SDPI ഞങ്ങളെ സഹായിക്കും, അങ്ങനെ ഒരു ധാരണ ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. കാസർഗോഡ് പരമ്പരാഗതമായിട്ട് INL-ന്റെ മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇപ്രാവശ്യം തീർത്തും അപ്രസക്തനായ, ആർക്കും അറിയാത്ത ഒരു പുതിയൊരു മുഖത്തെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൻ്റെ അവസാന മുഹൂർത്തത്തിൽ LDF അവതരിപ്പിക്കുകയാണ്. കാസർഗോഡ് അങ്ങനെ സ്ഥാനാർത്ഥി നിർത്തിയത് പകൽ പോലെ വ്യക്തമാണ്, ലീഗിനെ സഹായിക്കാനാണ്. അപ്പോൾ കാസർഗോഡും മഞ്ചേശ്വരത്തും ലീഗിനെ സഹായിക്കാൻ CPM-ഉം LDF-ഉം തീരുമാനിച്ചത് ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് CPM വ്യക്തമാക്കണം. പാലക്കാട് കാലാകാലമായിട്ട് CPM-ന്റെ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. CPM-ന് എത്രയോ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഈ പ്രാവശ്യം എന്തിനാണ് CPM ഒരു സ്വതന്ത്ര പരിവേഷം കെട്ടി ഒരു വ്യവസായിയെ മത്സരിപ്പിക്കുന്നത്? അത് കോൺഗ്രസിന് വേണ്ടി സഹായിക്കാനാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ പാലക്കാട് ഡീല് കോൺഗ്രസും CPM-ഉം തമ്മിലാണ്. തൃശ്ശൂരിൽ CPI, എല്ലാ കാലത്തും CPI-യുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം എന്താ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് CPI നിർത്താത്തത്? എന്താ LDF നിർത്താത്തത്? അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്?
അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ BJPയുടെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം CPM ലീഗും CPM കോൺഗ്രസും പരസ്പരം സഹായിച്ച് BJPക്കെതിരായിട്ടുള്ള ഒരു അച്ചുതണ്ട് രൂപീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചില സീറ്റുകളിൽ ലീഗ് കോൺഗ്രസിനോട് വിലപേശി വാങ്ങി അവിടെ CPMനെ സഹായിക്കുകയാണ്. ഉദാഹരണമായിട്ട് കൂത്തുപറമ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ കിട്ടിയിട്ടുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എന്താ ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്? എന്തിനാണ് കൂത്തുപറമ്പിൽ പരിചയമൊന്നുമില്ലാത്ത വയനാട്ടിലെ ഒരു ഹിന്ദു നാമധാരിയെ എന്തിനാണ് കൂത്തുപറമ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചത്? കൂത്തുപറമ്പ് സംവരണ മണ്ഡലമൊന്നുമല്ലല്ലോ, അത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? എന്താണ് ഡീല്? LDFും UDFും തമ്മിൽ അവിടെ ഉണ്ടാക്കിയ ഡീൽ എന്താണെന്ന് ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും പറയട്ടെ. കാലാകാലമായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ചേലക്കര, സംവരണ മണ്ഡലമാണ്. ആ ചേലക്കര കോൺഗ്രസിനോട് വിലപേശി ലീഗ് വാങ്ങിച്ചു. എന്നിട്ട് അവിടെ ചേലക്കരക്കാർക്ക് ആർക്കും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നു ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം? ചേലക്കരയിൽ ആരെ സഹായിക്കാനാണ്? എന്തിനാണ് ലീഗ് കോൺഗ്രസിനോട് വിലപേശി ആ സീറ്റ് മേടിച്ചൊരാളെ മത്സരിപ്പിക്കുന്നത്? അപ്പൊ ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും CPMും ലീഗും ചേർന്നുകൊണ്ട് ഒരു BJP വിരുദ്ധ അച്ചുതണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. BJPയുടെ വിജയസാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധവ പരിശ്രമമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. കേരളത്തിലെ കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മുസ്ലിം ലീഗാണ് UDFന്റെ ഒന്നാമത്തെ കക്ഷിയായിട്ട് മാറുന്നത്. UDFന്റെ ഫസ്റ്റ് പാർട്ണർ കോൺഗ്രസ് ആണോ ലീഗാണോ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് UDFന്റെ ഫസ്റ്റ് പാർട്ണർ കോൺഗ്രസ് അല്ല, ലീഗാണ്. മുസ്ലിം ലീഗിന് വിധേയപ്പെട്ട പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. മുസ്ലിം ലീഗാണ് ഇവരുമായിട്ട് എല്ലാവരും, ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള ആളുകൾ, CPM പോലെ ആളുകൾ എല്ലാവരുമായി ഡീൽ ഉണ്ടാക്കുന്നതും മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. BJP വിരുദ്ധ അച്ചുതണ്ട് ഉണ്ടാക്കി വിജയിച്ചു കളയാമെന്നുള്ള വ്യാമോഹം ഉണ്ടാവേണ്ട. അതിനെയും മറികടന്നുകൊണ്ട് ഈ പ്രാവശ്യം കേരളത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്.